നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് പിന്നാലെ വൈകാരിക പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കാനില്ലെന്നും പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്നാണ് തീരുമാനമെന്നും അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചു. വടകരയിൽ തന്നെ മത്സരിച്ചിരുന്നുവെങ്കിൽ താൻ വിജയിക്കുമായിരുന്നുവെന്നും കുരുതിക്ക് നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമായിട്ടും നേതൃത്വം കാര്യമായി ഇടപെട്ടില്ലെന്നാണ് മുരളീധരന്റെ പരാതി. തൃശൂരിൽ എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ നിരവധി തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. എന്നാൽ തനിക്ക് വേണ്ടി ആരും വന്നില്ലെന്നാണ് മുരളീധരന്റെ പരാതി. 2019 വട്ടിയൂർക്കാവ് സിറ്റിംഗ് MLA ആയിരിക്കെയാണ് മുരളീധരൻ പാർട്ടി നിർദ്ദേശപ്രകാരം വടകരയിൽ P ജയരാജനെ നേരിടാൻ എത്തിയത്. അന്ന് മറ്റു പലരും വടകരയിൽ മത്സരിക്കാൻ മടിച്ചു പിന്മാറിയപ്പോഴാണ് മുരളീധരൻ പാർട്ടിക്ക് വേണ്ടി പോരിനിറങ്ങിയതും വിജയിച്ചു കയറിയതും. അതിനുശേഷം BJPയുടെ നേമത്തെ അക്കൗണ്ട് പൂട്ടിക്കാൻ വടകരയിൽ നിന്ന് എത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2021 അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. എന്നാൽ മുരളീധരൻ പിടിച്ച വോട്ടുകൾ കാരണം BJP നേമത്ത് പരാജയപ്പെട്ടിരുന്നു. ഇത്തവണ വടകരയിൽ പ്രചാരണം ആരംഭിച്ച ശേഷമാണ് അദ്ദേഹം തൃശൂരിലേക്ക് മാറിയത്. സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയതിനെ തുടർന്നാണ് മിന്നൽ നീക്കമെന്ന നിലയിൽ K കരുണാകരന്റെ തട്ടകമായ തൃശൂരിലേക്ക് മുരളീധരൻ എത്തിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തീരുമാനമായിരുന്നു പത്മജ പാർട്ടി വിട്ട തൃശൂരിൽ സഹോദരൻ മുരളിയെ ഇറക്കിയുള്ള പരീക്ഷണം. തൃശൂരിൽ അപ്രതീക്ഷിതമായുണ്ടായ പരാജയത്തിന് കാരണം ഉറപ്പായും കിട്ടുമെന്നും പ്രതീക്ഷിച്ച ന്യൂനപക്ഷ വോട്ടുകളിലെ വിള്ളലാണ് ഇതാണ് BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത്. മുന്നോക്ക സമുദായത്തിന്റെ ഏതാണ്ട് മുഴുവൻ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും BJPക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. ചില നിയോജക മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകളിൽ LDFനൊപ്പം നിന്നു. എന്നാൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം UDFന് കിട്ടിയില്ല. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം UDFനൊപ്പം BJPയും പങ്കിട്ടു. കേന്ദ്രവിരുദ്ധ മനോഭാവം 18 മണ്ഡലങ്ങളിലും പ്രകടിപ്പിക്കാൻ UDFന് കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും തൃശൂരിൽ ശക്തമായ മത്സരമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലായിരുന്നു പ്രചാരണമെല്ലാം തന്നെ അവസാന ലാപ്പിൽ വരെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ തൃശൂർ അങ്ങ് സുരേഷ് ഗോപി എടുത്തിരിക്കുകയാണ്. മികച്ച ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത്.